എല്ലാവർക്കും അസിൽവ അനിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു കടലക്കറിയാണ്. അപ്പോൾ കടലക്കറി എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മുടെ വീട്ടിൽ പലതരത്തിൽ നമ്മൾ ഒന്നുകിൽ തേങ്ങ വറുത്തരച്ചോ അല്ലെങ്കിൽ കടല റോസ്റ്റ് ചെയ്തോ അങ്ങനെ പലതരത്തിൽ നമ്മൾ കടലക്കറികൾ വെക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഇത്തിരി വെറൈറ്റി ആയിട്ട്, അതായത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വെക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ പലതരത്തിൽ വെക്കുന്നതാണല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഇത് ബാച്ചിലേഴ്സിനൊക്കെ നല്ല ഉപകാരമായിരിക്കും കേട്ടോ. കാരണം എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു കടലക്കറി തന്നെയാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ നമ്മൾ കടലക്കറി തയ്യാറാക്കുമ്പോൾ ഇപ്പോൾ തേങ്ങ വറുത്തരയ്ക്കാതെ തന്നെ നമുക്ക് ഇപ്പോൾ ചോറിനാണെങ്കിൽ കൂടി, അതുപോലെ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ പുട്ടിനോ എന്തിന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു കടലക്കറി ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇന്നിപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല. പക്ഷെ കടലക്കറിക്ക് ഏറ്റവും യോജിച്ചതെന്ന് പറഞ്ഞാൽ ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടുണ്ട് വെച്ചാൽ ഒരു അപാര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉരുളൻകിഴങ്ങ് ചേർത്തിട്ട് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം ഞാൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. എനിക്ക് ഇതിനേക്കാട്ടിലും കൂടുതൽ ഉരുളൻകിഴങ്ങ് ചേർത്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോറിനൊക്കെയാണ് വെച്ചെങ്കിൽ നമ്മൾ ഉരുളൻകിഴങ്ങ് ചേർക്കാം. അല്ല പുട്ടിന് അങ്ങനെയൊക്കെയാണ് വെച്ചെങ്കിൽ നമുക്ക് അതങ്ങനെ ചേർക്കണം എന്നൊന്നുമില്ല. ഈ ഒരു മെത്തേഡിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കടലക്കറി വെക്കാനായിട്ട് ഞാൻ 1.5 കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ചെറിയ ഫാമിലിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1 കപ്പൊക്കെ ധാരാളം മതിയാവും. ഞാൻ അത്യാവശ്യം ഇത്തിരി നല്ല ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കറി തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ മസാല തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണെന്ന് വെച്ചെങ്കിൽ വെളിച്ചെണ്ണ, അതല്ല എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ റൈസ് ബ്രാൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് 3 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നൈസായിട്ട് അരിഞ്ഞു പോകുന്നു വേണ്ട. നമുക്കിത് എന്തായാലും വഴറ്റിയിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് കാരണം ഇതുപോലെ അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ആ ഇഞ്ചി നമ്മളിതുപോലെ നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ക്വാണ്ടിറ്റി കൂടുതലാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനനുസരിച്ച് കുറച്ചാൽ മതിയാവും. നമ്മളൊരു 1.5 കപ്പ് കടലയിലേക്കുള്ള ഒരു അളവാണ് പറയുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ സവാള എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് നല്ല ചുമന്ന കളറായി വരുന്നും വേണ്ട, നന്നായി ഒന്ന് മയങ്ങി ഇതുപോലെ തളർന്ന് വന്നാൽ മതിയാവും. ഈ ഒരു പാകം മതി. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിലിടാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ. എന്തായാലും ക്ഷമ അത്യാവശ്യം തന്നെയാണ്. കാരണം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴായാലും അത് സവാളയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കരിയുടെ ഒരു മണം, അടിപിടിച്ചൊരു മണം വന്നു കഴിഞ്ഞാൽ തന്നെ കറിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് മുളക് പൊടിയാണ്. മുളക് പൊടി എരിവിനനുസരിച്ച് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചമുളക് ചേർക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ക്രമീകരിക്കാൻ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല ഇടുമ്പോൾ ഇനി നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാല ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാലയാണ് ഇടുന്നത്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ, അത്യാവശ്യം വലിയ ടീസ്പൂണിലാണ് 1.5 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല മണമുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി അളവ് ഇട്ട് കൊടുക്കേണ്ടി വരും. കാരണം അധികം മണം അതിനുണ്ടായിരിക്കില്ല. ഇനി ഗരം മസാല വീട്ടിലില്ലാത്തവരാണ് എങ്കിൽ നമ്മൾ ഈ സവാള വഴറ്റാൻ വേണ്ടി എടുത്തില്ലേ, ആ ടൈമിൽ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചാൽ
ആ സമയത്ത് നമ്മൾ ഒരു കറുവപ്പട്ട, അതുപോലെ ഒരു 2 കരയാമ്പൂ, ഏലക്കായ ഒരെണ്ണം, തക്കോലം, അങ്ങനെ എല്ലാതും ഈ തിരിച്ച് ഇട്ടിട്ട് അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ട് വഴറ്റിയെടുത്താലും മതി. അല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല ഉണ്ട് വെച്ചെങ്കിൽ അത് ചേർത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇത് മസാലയൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, അരയ്ക്കാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ല വെണ്ണ പോലെ നമ്മൾ അരച്ചെടുത്തേണ്ടത്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടല, നമ്മൾ പറഞ്ഞു മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് കടലയാണ്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. മാക്സിമം നമ്മളൊരു മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ ഓവർനൈറ്റ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് അത്രയൊക്കെ മതി. 5 മണിക്കൂർ എന്തായാലും നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. നല്ലോണം കടല വെന്ത് കിട്ടാൻ എളുപ്പമായിരിക്കുള്ളൂ. അപ്പോൾ നമ്മളിതിൽ മസാലയും എല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ജാറൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 5 പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് കടല വേവാള വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ മസാലയും കൂടി ചേർക്കുക കാരണം വെള്ളം നല്ല കറക്റ്റ് പാകത്തിന് ഒഴിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ 1.5 കപ്പ് എടുത്ത കപ്പ് ഉണ്ടല്ലോ, ആ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് നോക്കി നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ 3 കപ്പ് ഒരു അളവ് പറഞ്ഞു വെച്ചാലും നമ്മൾ നേരത്തെ അരപ്പിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചായിരുന്നു. കട്ടി നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ കട്ടി നമ്മൾ നല്ല കട്ടിക്ക് വെച്ചിട്ട് വിസിൽ വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. അപ്പോൾ അത് കാരണം ഒരു ലൂസ് പാകത്തിനാക്കിയിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ 3 കപ്പ് വെള്ളം കറക്റ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മസാലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു അളവിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുറേ നേരം സോക്ക് ചെയ്ത കാരണം തന്നെ നമുക്ക് ഉപ്പിട്ടിട്ട് വേവിച്ചുകൊണ്ട് വേവാതിരിക്കുന്നില്ല. നമുക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല കുക്കറിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ വേവ് ഇപ്പോൾ പറയുക. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ നന്നായിട്ട് അടിക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല കൊഴുപ്പുള്ള കടലക്കറിയാണ്, കണ്ടില്ലേ? ഇപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മൾ എടുക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി ലൂസായിട്ട് വേണം എന്നുണ്ട് വെച്ചെങ്കിൽ കുറച്ച് തിളപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒരു കട്ടിക്കാണ് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം. ഇപ്പം സാധാരണ ഞങ്ങൾ ഇവിടെ തൃശ്ശൂരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഉള്ളി കാച്ചി ഇടുകയാണ് ചെയ്യുക. പക്ഷെ കടുക് വറുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കടുകും പിന്നെ കുറച്ച് ഉള്ളി ആയിട്ടൊക്കെ ഒന്ന് കാച്ചിയെടുക്കാം. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഒരു 4-5 ഉള്ളി മതിയാവും. അപ്പോൾ അതിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആദ്യം തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കടുക്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളി, ഒരു 4-5 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് 4-5 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി നന്നായി മൂത്ത് തന്നെ വരണം. ഇപ്പോൾ ടൈമിൽ നമുക്ക് ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇത്ര പരിപാടിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല അടിപൊളി കടലക്കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള കടലക്കറി തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒന്ന് തന്നെയല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്